നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്ത്രി രാജീവർ കണ്ഠരർ അറസ്റ്റിലായിരിക്കുകയാണ്. ദൈവതുല്യർ അറസ്റ്റിലാകും എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ദൈവതുല്യർ എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനാണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നാട്ടുകാരെന്ന് വെച്ചാൽ UDF-കാരും BJP-കാരും. പക്ഷേ അത് കണ്ഠരർ രാജീവരാണെന്ന് പലർക്കും അറിഞ്ഞുകൂടായിരുന്നു. പത്മകുമാർ SITക്ക് മാസങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായപ്പോൾ തന്നെ കൊടുത്തൊരു മൊഴിയുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ഇതുപോലെ അഴിഞ്ഞാടാൻ വിട്ടത്, അവിടെ കൊണ്ടുവന്ന് ഇവർക്കൊക്കെ പരിചയപ്പെടുത്തിയത് മുഴുവൻ രാജീവരായിരുന്നു, കണ്ഠരർ രാജീവരായിരുന്നു എന്ന്. കണ്ഠരർ രാജീവരെ SIT ചോദ്യം ചെയ്തു. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അവൻ്റെ വരവാണ്. ആര്? രാഹുൽ ഈശ്വറിൻ്റെ കുടുംബക്കാരനാണല്ലോ കണ്ഠരർ രാജീവർ. കണ്ഠരർ മഹേശ്വർ ഇവരൊക്കെ കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്. അതിന് രാഹുൽ ഈശ്വർ ജെട്ടിയുടെ വള്ളി ഇട്ടുകൊണ്ട് എല്ലാ ചാനലുകളും കയറി യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ വേണ്ടി SIT ശ്രമിക്കുമ്പോൾ അത് തടയിടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു അന്വേഷണം, ഇങ്ങനൊരു അറസ്റ്റ് എന്ന് പറഞ്ഞ് വാദിക്കും. രാഹുൽ ഈശ്വറിൻ്റെ വാദത്തെ പിന്താങ്ങിക്കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാരും BJP-കാരും എല്ലാ ആൾക്കാരും വരും. ഇടതുവിരുദ്ധർ എല്ലാവരും ഒന്നിച്ചു കൂടും. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും കടകംപള്ളിയെയും പിണറായിയെയും കരിവാരിത്തേക്കണം. ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടുമാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടത്. സത്യം പുറത്തു വരുമെന്ന് അന്ന് എല്ലാവർക്കും അറിയായിരുന്നു. എല്ലാവരും എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തുള്ളവർക്കറിയായിരുന്നു. പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തിൻ്റെ വഴിക്ക്, നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ, സർക്കാരിന് ഇതിലൊന്നും വിളിക്കാനില്ല. SIT കാര്യക്ഷമമായി അന്വേഷിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, അന്വേഷണം തൃപ്തികരം. അങ്ങനെ തന്ത്രി കണ്ഠരർ രാജീവർ അറസ്റ്റിലായിട്ടുണ്ട്. അദ്ദേഹം അറിയാതെ ശബരിമല പോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കണ്ടമാനം കിലോ കണക്കിന് സ്വർണം അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇദ്ദേഹത്തിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ഇദ്ദേഹമാണ് അവിടുത്തെ പരമാധികാരി. അപ്പോൾ ശബരിമല കൊള്ളയുടെ ചിത്രം ഒന്നുകൂടെ വ്യക്തമാവുകയാണ്. ഏകദേശം പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ്. ആരാണ് കൊള്ള നടത്തിയത്? ഇങ്ങനെയാണ് വസ്തുത എന്നിരിക്കെ ഇവിടെ മുഴുവൻ പുകമറ സൃഷ്ടിച്ച് കുഞ്ഞാവളിയെ കൊണ്ടൊരു പാരടി ഗാനം എഴുതിപ്പിച്ച് ഡൽഹി പാർലമെൻറ്റിലും നാട്ടിലും ചാനലുകളുടെ മുമ്പിലും പാടി നടന്ന വിവരം കെട്ട കോൺഗ്രസ്സുകാരായി എന്തായി? മൗനത്തിലാണവർ. അവരിപ്പം രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിന് പിന്നാലെ പോയി നിവൃത്തിയുള്ളൂ. കോടതി അലക്ഷം നേരിടേണ്ടി വരും. കോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ, പ്രസ്താവനകൾ ആരും ഇറക്കരുത്. മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലയില്ലാ കലത്തിലേക്ക് മുങ്ങിത്താഴാൻ വേണ്ടി പോവുകയാണ്. 100-ലധികം സീറ്റ് നേടി കൊടുങ്കാറ്റ് പോലെ വീഴുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് സതീശൻ. അതിനാകെയുള്ള പ്രതീക്ഷ ശബരിമല കൊള്ളയായിരുന്നു. അത് പോയി. കാരണം അവർക്ക് വികസനം അവരുടേതായി പറയാനില്ല. ഇടതുപക്ഷത്തിന് പറയാൻ ഒരുപാട് വികസനമുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, ക്ഷേമ പെൻഷനുണ്ട്, ആശുപത്രിയുണ്ട്, സ്കൂളുകളുണ്ട്, റോഡുണ്ട്, വീടുണ്ട്, ലൈഫുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അവർക്കൊന്നുമില്ലല്ലോ. 18 മാസം കുടിശ്ശിക 600 രൂപ പെൻഷനിൽ വെച്ച് ഇറങ്ങിപ്പോയ ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ച പറഞ്ഞു വരുന്ന സതീശന് പറയാനൊന്നുമില്ല, അവകാശപ്പെടാനൊന്നുമില്ല. ആകെയുള്ളത് ശബരിമല കൊള്ളക്കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ വായു തുറന്ന് 10 മിനിറ്റിന് നേരം ഓരോന്ന് വെച്ചുള്ള നുണകൾ, പച്ച നുണകൾ. 300 വീട് ഞങ്ങൾ ഉണ്ടാക്കി, അടുത്ത 100 കൂടി ഉണ്ടാക്കുന്നു, ഞങ്ങൾ മാത്രമേ അവിടെ നൽകിയിട്ടുള്ളൂ. ജനങ്ങളെ അരിയാഹാരം കഴിക്കുന്നവരല്ലേ? ജനങ്ങൾക്ക് ബുദ്ധിയില്ലേ? ജനങ്ങൾക്ക് ബോധമില്ലേ? ജനങ്ങൾക്ക് കാര്യങ്ങൾ വിലയിരുത്താനുള്ള അറിവില്ലേ? ജനങ്ങളുടെ സാമാന്യ യുക്തി അയാൾ പുച്ഛിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് സതീശൻ്റെ ടീമിൻ്റെയും 100 സീറ്റ് എന്ന സ്വപ്നം ഇവിടെ പൊലിയുന്നു. പിണറായി പറഞ്ഞതുപോലെ 110 സീറ്റുമായി ഉഗ്രപ്രഭാവത്തോടെ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേറാൻ പോകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ യഥാർത്ഥ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പിന്നാലെ.